നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ട് കട്ടൻ ചായ കുടിക്കാൻ കേട്ടോ. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂടെ ഞാൻ അവിലും കൂടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ചായയിൽ അവിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും രാവിലെ കട്ടൻ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം ചായൻ്റെ കൂടെ കേട്ടോ. നല്ല ചായ കുടിച്ചങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ അവിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ മിച്ചർ എന്തായാലും ശരി, എനിക്ക് എന്തെങ്കിലും ചായയിലിട്ട് കുടിക്കണം. അപ്പോൾ ഞാനിങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ഇപ്പോൾ പൊമ്മു ഉണ്ണിക്കുട്ടനൊക്കെ അങ്ങനെ കേട്ടോ കുടിക്കുന്നത് ചായയിലിട്ടിട്ടാണ് കേട്ടോ അവരും കുടിക്കാതെ. മിച്ചറായാലും ശരി, അവിലായാലും ശരി, ഇനി മുറുക്കാണെങ്കിലും ശരി, ചായയിലിട്ട് എന്നിട്ടാണ് അവർ കഴിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സ്വഭാവം എനിക്ക് ചെറുതിലേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ്. എൻ്റെ ചേച്ചി ആയാലും അതേപോലെ എൻ്റെ അനിയനൊക്കെ അങ്ങനെയാണ് കേട്ടോ കഴിക്കാൽ. അപ്പോൾ ആ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കേട്ടോ. എന്താ കുട്ടിക്കാലത്തെ ശീലങ്ങൾ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങ് മറന്നൊന്നും പോവില്ലല്ലോ. ആ ശീലങ്ങളൊക്കെ നമ്മൾ മരിക്കുന്ന വരെ നമ്മുടെ കൂടെ ഉണ്ടാവില്ലേ. അപ്പോൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാനിത് വിറകൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ടൊക്കെ വലിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെതൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ ഒന്ന് വലിച്ച് വാരി ഒതുക്കി വെക്കണം എന്ന്. അപ്പോൾ ഇന്ന് ഏട്ടന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഏട്ടൻ പുറത്ത് പോയിരിക്കുകയാണ്. ഏട്ടൻ പറഞ്ഞു ഞാൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വലിച്ച് വാരി വെയിലത്ത് ഇടുക, വന്നതിന് ശേഷം അടുക്കി വെച്ച് തരാമെന്ന്. അപ്പോൾ എന്തായാലും ഏട്ടനും പറഞ്ഞതല്ല. അപ്പോൾ ഇന്ന് ചെയ്തില്ലെങ്കിൽ പിന്നെ ഏട്ടൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും, ഇതൊന്ന് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വലിച്ച് വാരിയിട്ട് ഇവിടേക്ക് ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇനി അടുക്കി വെക്കാൻ. അത് മുഴുവനായിട്ടും ഈ വിറക് മൊത്തം ചെതൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്താ പറ്റിയെന്നറിയില്ല. ചെതൽ വരാതിരിക്കാനുള്ള മരുന്നൊക്കെ അടിച്ചതാണ്, പക്ഷെ എന്നാലും ചെതൽ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കണം. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കര ടെൻഷനായിട്ടുള്ള ഒരു ഇതിലൂടെയായിട്ടാണ് കടന്നു പോകുന്നത്. ഭയങ്കര ടെൻഷനാണ് നമ്മുടെ മനസ്സിൽ. ഒരു സമാധാനം എന്ന് പറയുന്നത് ഇല്ല കേട്ടോ. 2025 കുറച്ച് സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ 24 എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്നത്. കലണ്ടറിന് മാത്രമാണ് ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ 2025 ന്യൂ ഇയർ ആയിട്ട് തന്നെ ഏട്ടന് നല്ലൊരു പണി കിട്ടിയിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ അങ്ങ് നഷ്ടമായി. അപ്പോൾ നമ്മൾ ആകെ ആ ഒരു പൈസ പ്രതീക്ഷിച്ചായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏട്ടന് ജോലി സ്ഥലത്ത് വെച്ച് ഏട്ടന് കുറച്ച് പൈസ നഷ്ടമായിട്ടോ. നഷ്ടമായി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പൈസ ഞാൻ ഓഫീസിൽ കൊടുക്കണം, ഏട്ടന് അവിടെ ഏൽപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോരോ മാസം നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ള ഒരു ശമ്പളമാണ് ഏട്ടന് കിട്ടിക്കൊണ്ടിരുന്നത്. അത് കിട്ടിയിട്ട് വേണം നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്താൻ. അപ്പോൾ ഒരു മാസത്തിലെ ശമ്പളം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് കറണ്ട് ബില്ല് മാസ ശമ്പളം മേടിക്കുന്ന എല്ലാവർക്കും അറിയാമല്ലേ. മാസത്തിൽ നമ്മുടെ കയ്യിൽ ശമ്പളം അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിങ്ങനെ ഓരോന്ന് മാറ്റി വയ്ക്കും. കറണ്ട് ബില്ലിന്, കുട്ടികളെ സ്കൂൾ ഫീസ്, ബസ് ഫീസ്, ട്യൂഷൻ ഫീസ്, പിന്നെ കേബിൾ ബില്ല്, ഫോൺ റീചാർജ് ചെയ്യണം, എല്ലാത്തിനും ഉള്ളത് നമ്മളിങ്ങനെ LICക്കുള്ളത്, അങ്ങനെ എല്ലാത്തിനും നമ്മൾ വീട്ടു സാധനങ്ങൾ അങ്ങനെ എല്ലാം മാറ്റി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ശമ്പളം ഒന്നിനും തികയുന്നുണ്ടാവില്ല. വളരെ തുച്ഛമായുള്ള ശമ്പളം കിട്ടുന്ന ആൾക്കാരുടെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ഒരുപാട് ശമ്പളമുള്ളവർക്ക് അതൊന്നും പ്രശ്നമായിരിക്കില്ല, പക്ഷെ നമ്മളെപ്പോലെ സാധാരണക്കാരുടെ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു മാസത്തെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെല്ലാം മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ അവിടെ നിന്ന് തൊട്ട് നമ്മൾ പിന്നെയും എണ്ണിക്കൊണ്ടിരിക്കും. ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണും. ഇനി ഇത്ര ദിവസമേ ഉള്ളൂ അല്ലേ, ഇനി ഇത്ര ദിവസം കഴിഞ്ഞാൽ ശമ്പളം കിട്ടി, ഇത്ര ദിവസം കഴിഞ്ഞാൽ. ഞാനൊക്കെ പ്രത്യേകിച്ച് കേട്ടോ, ഇപ്പോൾ ഒരു മാസത്തെ ശമ്പളമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാം അപ്പോൾ കൈ നിറച്ച് പൈസ ഉണ്ടാവും. അത് മൊത്തം നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് മാറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ കയ്യിലൊന്നും ഉണ്ടാവില്ല. അതിനിടയിലായിരിക്കും നമുക്ക് കുട്ടികൾക്ക് വല്ല പനിയോ ജലദോഷമോ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും വേണ്ട. അപ്പോഴത്തെ ആ ഒരു മാസത്തെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് വലിയൊരു അബദ്ധമാണ് പറ്റിയത്. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റി. ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ മാസത്തെ ശമ്പളം മുഴുവൻ നമ്മൾ അവിടെ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ മാസം ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യാമെന്നറിയില്ല കേട്ടോ. അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യുക പൈസയ്ക്ക് എന്നുള്ളൊരു. ഈ മാസം എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നും അറിയില്ല. ഞാനും തന്നെ ഓരോരോ മാസം ഇങ്ങനെ എണ്ണി കാത്തിരുന്നതായിരുന്നു, ശമ്പളം കിട്ടുമല്ലോ എന്ന്. ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ എണ്ണി കാത്തിരുന്നതാണ്. പിന്നെ ഏട്ടനും നെറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കിട്ടിയ പൈസയായിരുന്നു. അത് നമുക്ക് നഷ്ടമായി. ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്നറിയില്ല. പക്ഷേ കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റില്ലല്ലോ, കൊടുത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മാസം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള ഒരു ഇതിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ. എല്ലാ മാസവും ശമ്പളം കൃത്യമായിട്ട് കിട്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാറില്ല. മാസാവസാനം ആകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാറില്ല. പിന്നെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അടുത്ത മാസത്തേക്കാണ് മാറ്റി വയ്ക്കാറ്. അതിപ്പോൾ എന്തൊരു കാര്യമായാലും നമുക്ക് അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ എന്നിട്ട് ചെയ്യാട്ടോ. അതിപ്പോൾ ചെറിയ കാര്യമായാലും ശരി, വലിയ കാര്യങ്ങളായാലും ശരി, എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങനെയാണ് മാറ്റി വയ്ക്കാറ്. അപ്പോൾ ഈ മാസം ശമ്പളം കിട്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ശമ്പളം കിട്ടിയിട്ട് ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതും നടക്കില്ല. മാറ്റി വയ്ക്കാതെ സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, അതും നടക്കില്ല. ഒന്നും നടക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്, എന്താ ചെയ്യാമെന്നറിയില്ല.
എന്തെങ്കിലുമൊക്കെ ഒരു വഴി ദൈവം കാണിച്ചു തരുമായിരിക്കും. അങ്ങനെ സ്വയം സമാധാനിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വഴി ഈ മാസം അങ്ങ് കടന്നു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരുമെന്ന് സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറയാറില്ല ഈ സമയവും കടന്നു പോകും, ഈ അവസ്ഥയും കടന്നു പോകും എന്നൊക്കെ. കടന്നു പോവും, പക്ഷേ എന്നാലും അത്രയും സമയം നമ്മൾ തന്നെയല്ലേ അനുഭവിക്കേണ്ടത്. അത് കടന്നു പോകണ ആ ഒരു സമയം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഈ വിശേഷങ്ങളൊക്കെ പറയുന്ന ഇടയ്ക്ക് ഞാൻ അടുക്കളയിൽ കുറേ പണികൾ ചെയ്തു. അടിച്ചു വാരി തുടച്ചു, പാത്രങ്ങൾ കുറച്ച് കഴുകാനുണ്ട്, പിന്നെ ചോറും കറികളൊക്കെ വെച്ചു. പിന്നെ അതാ ഈ അടുക്കളയിലെ വേസ്റ്റൊക്കെ ഞാൻ ഈ ഒരു ഇതിലായിട്ട് കൊണ്ടിടുക. അപ്പോൾ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഓരോ അത് കേട് വന്നൊരു തക്കാളിയാണ്. അപ്പോൾ അത് അവിടെ കിടന്ന് മുളച്ചോളൂ. അങ്ങനെ പയറും മുളകും ഒക്കെ അങ്ങനെ മുളച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നേരമായിട്ട് ഏട്ടൻ വന്നിട്ടില്ല. ഏട്ടൻ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് പോയ ആളാണ്. വീട്ടിലെല്ലാ പണികൾ കഴിഞ്ഞിട്ട് ഏട്ടൻ എത്തിയിട്ടില്ല. ഇനി ഏട്ടൻ എത്തിയിട്ട് വേണം ആ വിറകൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടൻ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയ ആളാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഏട്ടാ നമ്മുടെ വിശേഷങ്ങൾ. പിന്നെ ഇതാ ഏട്ടാ ഞാൻ തിരുമ്പി ഇടുമ്പോഴേക്ക് തുണിയൊക്കെ ഒന്ന് തിരുമ്പി ഇടുമ്പോഴേക്ക് ഏട്ടൻ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ ചെടിൻ്റെ ചുവട്ടിലൊക്കെ നിറച്ച് ചപ്പും കുപ്പും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ആ സമയം കൊണ്ട് ഞാൻ തിരുമ്പി കഴിഞ്ഞു. ഞാൻ ആ തുണികളൊക്കെ ഒന്ന് തോരട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ വിറകുണ്ടല്ലോ അവിടെ വലിച്ചു വാരിയിട്ടത് അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒതുക്കി വെക്കണ കാര്യം പറയുമ്പോൾ ഏട്ടൻ ഞാൻ അത് വെയിൽ കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. ഇനി പറഞ്ഞ് അതിപ്പോൾ ഇന്ന് ചെയ്യില്ലേ എന്നുള്ളൊരു ഡൗട്ടായി. എന്തായാലും വെയിൽ കൊള്ളട്ടെ, നന്നായി ചെതൽ പോട്ടെ, അങ്ങനെ ഓരോരോ കാരണങ്ങൾ മുട്ടുനായങ്ങൾ ഏട്ടൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഏട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ അതൊക്കെ വലിച്ചിട്ടത്. ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊക്കെ അടുക്കി വെക്കേണ്ടി വരും തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അത് അവിടെ വെയിൽ കൊണ്ട് അവിടെ കിടക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഞാനിതാ എന്തായാലും വെയിൽ കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ഞാനും അത് അവിടെ വെച്ചിട്ട് വന്നു കേട്ടോ. എന്തായാലും 2 ദിവസം കഴിയട്ടെ, നന്നായി വെയിലൊക്കെ കൊണ്ട് ചെതലൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കുളിച്ച് കയറി ചോറുണ്ണാണ്. അപ്പോൾ ചോറുണ്ണുമ്പോൾ പയറുപ്പേരി, പയറിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റും കൂടി ചേർത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സാമ്പാർ, പപ്പടം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉച്ചയ്ക്കുള്ള കറികൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ദൈവം നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.